കേരളത്തിലേക്ക് കടക്കാൻ ശ്രമിച്ച 9 ബംഗ്ലാദേശി പൗരന്മാർ പിടിയിലായെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. മേഘാലയ വഴി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇവർ പിടിയിലായതും. ഇവരുടെ പക്കൽ നിന്ന് വിവിധ സിം കാർഡുകൾ, ഇന്ത്യൻ കറൻസി, ആധാർ കാർഡുകൾ, മറ്റ് കുറ്റകരമായ രേഖകൾ എന്നിവയും 12 മൊബൈൽ ഫോണുകളും അധികൃതർ പിടിച്ചെടുത്തിരിക്കുകയാണ്. ബംഗ്ലാദേശിന്റെ അതിർത്തിയിലുള്ള വെസ്റ്റ് ഖാരഗിൽസ് ജില്ലയിലെ ദലേങ്ക്രെ ഗ്രാമത്തിൽ പതിവ് പരിശോധനയ്ക്കിടെ ഒരു വാനിൽ സഞ്ചരിക്കുകയായിരുന്ന അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തിയതും. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ ധാലു അതിർത്തി വഴി കടക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു ബംഗ്ലാദേശി പൗരന്മാരെ പോലീസ് പിടികൂടിയതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 2 മാരുതി വാനുകളായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത്. അതുകൂടാതെ തന്നെ 2 വാഹനങ്ങളും ഇവരുടെ പക്കൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഏജന്റുമാരുടെ സഹായത്തോടെ തന്നെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ രേഖകൾ വാങ്ങാത്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. അവർ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ബംഗ്ലാദേശികളുടെ അനധികൃത പ്രവേശനത്തിന് സൗകര്യം ഒരുക്കിയതായും കരുതുന്ന 3 ഇന്ത്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. അതേസമയം കേരളത്തിലും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കൂട്ടം ബംഗ്ലാദേശികൾ പിടിയിലായ വാർത്തകളും പുറത്തു വന്നിരുന്നു. അവരെ പോലീസ് പിടികൂടിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതും. തിരുവനന്തപുരം പേരൂർക്കടയിൽ നിന്നാണ് 3 ബംഗ്ലാദേശികളെ പോലീസ് പിടികൂടിയതും. മുഹമ്മദ് ആലംജീർ, അതേപോലെ തന്നെ ജൊഹാൻദീൻ മുഹമ്മദ് ഖഫീദുള്ള എന്നിവരാണ് അറസ്റ്റിലായത്. കെട്ടിട നിർമ്മാണ ജോലിക്കായി തിരുവനന്തപുരത്ത് എത്തിയവരാണ് ഇവരെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ബംഗ്ലാദേശികളെ പിടികൂടുന്നതിനിടയിലാണ് വീണ്ടും സംസ്ഥാനത്ത് തന്നെ ബംഗ്ലാദേശികൾ വളരെ ലാഘവത്തോടെ തന്നെ നടക്കുന്നതെന്നാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. സംസ്ഥാനത്ത് നിന്നും ബംഗ്ലാദേശികളെ തുടച്ചു നീക്കണമെന്ന ആവശ്യവുമായി വിവിധ സംഘടനകൾ രംഗത്ത് വരികയാണിപ്പോൾ. 2018 ബംഗ്ലാദേശികൾ തിരുവനന്തപുരത്ത് എത്തിയതെന്നും വ്യക്തമാകുന്നു. ഇവരുടെ ആധാർ കാർഡ് പരിശോധിച്ചപ്പോൾ തന്നെ വ്യാജമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ് എന്നും ഇവർക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യം വരെ പോലീസ് അന്വേഷിച്ചു വരികയാണ് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്നും ഒരു ബംഗ്ലാദേശി കുടുംബം പിടിയിലായിരുന്നു. ആ വാർത്തകളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ പരിശോധന നടക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് പിടിയിലായവർ വർഷങ്ങളായി തന്നെ അനധികൃതമായി ഇവിടെ താമസിച്ചു വരികയാണെന്നാണ് പോലീസ് കണ്ടെത്തിയതും. വ്യാജ ആധാർ കാർഡും മറ്റ് തിരിച്ചറിയൽ രേഖകളും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ബംഗ്ലാദേശികൾ കേരളത്തിലേക്ക് നുഴഞ്ഞു കയറിയതും. കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ബംഗ്ലാദേശികൾ താമസിക്കുന്നുണ്ടെന്ന കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം നടത്തിയതും. അതേസമയം കഴിഞ്ഞയാഴ്ചയാണ് അനധികൃതമായി കൊച്ചിയിൽ താമസിച്ച് ജോലി ചെയ്തിരുന്ന ബംഗ്ലാദേശി പൗരന്മാരായ 27 പേർ പിടിയിലായതും. മുനമ്പത്ത് നിന്നാണ് ഇവരെ ആലുവ പോലീസും തീവ്രവാദ വിരുദ്ധ സേനയും സംയുക്തമായി നടത്തിയ റെയ്ഡിൽ പിടികൂടുന്നതും. ക്ലീൻ റൂറൽ എന്ന പേരിട്ടുകൊണ്ട് കൊച്ചിയിൽ നടത്തുന്ന പരിശോധനയിലായിരുന്നു ഇവർ പിടിയിലായതും. ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന തന്നെ മുനമ്പത്തെ ലേബർ ക്യാമ്പിൽ താമസിച്ചു വരികയായിരുന്നു ഈ ബംഗ്ലാദേശികൾ. സ്ത്രീകളടക്കം പിടിയിലായെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. 50ഓളം പേരെ കസ്റ്റഡിയിലെടുത്തതിൽ 23 പേരെ ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അവരെ തിരികെ വിടുകയായിരുന്നു. പിടിയിലായവരിൽ ചിലർ 1 വർഷത്തിലേറെയായി ഇവിടെ താമസിക്കുന്നുണ്ട് എന്നും അതുപോലെ തന്നെ കൂലിപ്പണി ചെയ്തുകൊണ്ടാണ് ഇവർ ഉപജീവനത്തിനായി പണം കണ്ടെത്തിയതെന്നും ഇവരെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം മാത്രം കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം കേരളത്തിലേക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ എന്ന മറവിൽ നല്ലൊരു ശതമാനം ബംഗ്ലാദേശ് ഭായിമാർ എത്തുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. വ്യാജമായ ആധാർ കാർഡുകൾ നിർമ്മിച്ചു കൊണ്ടുവരുന്നതിനാൽ ഇവരെ പിടികൂടുവാനും ബുദ്ധിമുട്ടാണ് എന്നും വ്യക്തമാകുന്നു. അതുപോലെ തന്നെ ഇന്ത്യക്കാരെന്ന പേരിൽ കേരളത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന ഈ ഭായിമാർ നാളെ കേരളത്തിന് തലവേദനയാകുമെന്നതാണ് മറ്റൊരു ആശങ്ക ഉണർത്തുന്ന കാര്യം. കേരളം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന കെട്ടിട നിർമ്മാണ രംഗം, അതുപോലെ തന്നെ ഇപ്പോൾ മുതൽ തെരുവിൽ പച്ചക്കറികളും ഭക്ഷണ സാധനങ്ങളും വിൽക്കുന്നത് വരെയുള്ള ജോലികൾ ഈ ഭായിമാർ നിറസാന്നിധ്യമായി തന്നെ നിൽക്കുകയാണ്. ഇവർ കുടുംബത്തോടൊപ്പം എത്തുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഒപ്പം സ്ത്രീകളും ഉണ്ടായിരിക്കും. ഇക്കൂട്ടത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരും ഉണ്ടെന്നാണ് പോലീസ് സേന വ്യക്തമാക്കുന്നതും. കേരളത്തിലാകട്ടെ മയക്കുമരുന്ന് മുതൽ കൊട്ടേഷൻ സംഘത്തിന്റെ വരെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് ബംഗ്ലാദേശികൾ നുഴഞ്ഞുകയറി നടമാടുന്നതും. ആസാമിൽ പൗരത്വ രജിസ്ട്രേഷൻ ആരംഭിച്ചതിനാൽ തന്നെ അനധികൃതമായി അവിടെ തങ്ങുന്ന ബംഗ്ലാദേശികളും കേരളത്തിലേക്ക് ഒഴുകുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട്. കേരളം അതിഥി തൊഴിലാളികളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് ഇവർ മറയാകുന്നതും. ഇവർ ആസാമിൽ നിന്നും ആദ്യം കേരളത്തിലേക്കും അവിടെ നിന്ന് ചിലപ്പോൾ കർണാടകത്തിലേക്കും തെലങ്കാനയിലേക്കും കുടിയേറുമെന്നും പറയുന്നു. അതേപോലെ തന്നെ കർണാടകയിൽ എസ്റ്റേറ്റുകൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഇന്ത്യൻ പൗരത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ജോലി ലഭിക്കുകയുള്ളൂ. അതിനാൽ വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമായി പറയുന്നതും. ബംഗ്ലാദേശിലെ ഏജന്റുമാർ തന്നെയാണ് വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചു കൊടുക്കുന്നതും. മുൻപൊക്കെ
അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ എത്തിയാൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ഇപ്പോൾ കൂട്ടത്തോടെ കൂടുതൽ പേർ എത്തുന്നതോടെ തന്നെ ഈ രജിസ്ട്രേഷൻ പഴയതുപോലെ നടക്കുന്നില്ല എന്ന് ഇവരെ പിടികൂടിയാൽ തന്നെ മേൽവിലാസം ലഭിക്കുന്നത് തടസ്സമാവുകയും ചെയ്യുന്നു. അതേസമയം ബംഗ്ലാദേശികളെ അനധികൃതമായി നുഴഞ്ഞു കയറാൻ ഒരു സംഘം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ബംഗ്ലാദേശിൽ നിന്നുള്ളവരെ ഇന്ത്യയിലേക്ക് കടത്തുന്നതിന് വേണ്ടി ഏജന്റുമാരുടെ ഒരു സമഗ്ര ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നതായും പോലീസിന് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. അനധികൃത പ്രവേശനം ഉറപ്പാക്കുന്നതിനും വ്യാജ തിരിച്ചറിയൽ രേഖകൾ സമ്പാദിക്കുന്നതിനും ഇന്ത്യയിൽ തൊഴിൽ കണ്ടെത്തുന്നതിനുമായുള്ള പരിധി ചിലവെന്ന് പറയുന്നത്, അതായത് പരമാവധി ചിലവെന്ന് പറയുന്നത് 25,000 രൂപ മാത്രമാണെന്നും പോലീസ് വെളിപ്പെടുത്തിയിരുന്നു. പശ്ചിമ ബംഗാളിലൂടെ കരമാർഗമാണ് ഏറ്റവും സുരക്ഷിതവും ചിലവേറിയതുമായ പാത. ഒരാൾക്ക് 20,000 രൂപ വേണ്ടിവരും. അതുപോലെ തന്നെ ഏജന്റുമാർ സുരക്ഷിതമായ ക്രോസിംഗ് ഉറപ്പ് നൽകുന്നുണ്ട്. പർവ്വത പാതയാണ് ദുഷ്കരമായ വഴി. ഇതിനൊരാൾക്ക് 8,000 രൂപയാണ് ഏജന്റുമാർ ഈടാക്കുന്നതും. ജലപാതകൾ വഴിയാണെങ്കിൽ 400 രൂപ മാത്രമേ ചിലവ് വരൂ. എന്നാൽ മുതലയുടെയും കടുവയുടെയും ആക്രമണം പോലുള്ള അപകടങ്ങൾ നിറഞ്ഞ മാർഗമാണിത്. പർവ്വതപാത പോലെ നുഴഞ്ഞുകയറ്റക്കാർക്ക് ഇതിനോടും ആഭിമുഖ്യമില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നതും. ബംഗ്ലാദേശിൽ നിന്നും കൃത്യമായ രേഖകൾ ഇല്ലാതെ തന്നെ മഹാരാഷ്ട്രയിൽ എത്തിയ ദമ്പതികളെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് പിടികൂടിയതും. സുരക്ഷാ സേനയും പോലീസും നടത്തിയ പരിശോധനയിലാണ് ദമ്പതികളെ പിടികൂടുന്നതും. ഇവർക്കെതിരെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയും ഇവർക്ക് താമസിക്കാൻ വാടകയ്ക്ക് വീട് നൽകിയ വീട്ടുടമയ്ക്കെതിരെയും കേസെടുത്തിരുന്നു. അതേസമയം പ്രതിവർഷം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന ബംഗ്ലാദേശികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുന്നത് കോൺഗ്രസ് ആണെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഒരു യുവാവ് നടത്തിയിരിക്കുന്നത്. ഞാനൊരു ബംഗ്ലാദേശിയാണ്. ബംഗളൂരുവിൽ ഞങ്ങൾ കൂടാതെ തന്നെ 3000-ലധികം പേരുണ്ട്. ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു എന്നായിരുന്നു ആ യുവാവ് ഒരു വീഡിയോയിൽ ഒരാൾ ചോദിക്കുന്നതിന് ഉത്തരമായി പറയുന്നത്. ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുകയാണ്. കണക്കിലധികം ബംഗ്ലാദേശികൾ ബംഗളൂരുവിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട് എന്നതിന്റെ നേരിട്ടുള്ള തെളിവായിട്ടാണ് ഇപ്പോൾ വീഡിയോ പുറത്തു വന്നതും. റോഡിൽ ചോദ്യം ചോദിക്കുന്ന യുവാവിനോട് ഒരാൾ സംസാരിക്കുന്നതായിട്ടാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ ആരാണ് എന്ന് യുവാവ് ചോദിക്കുമ്പോൾ ഞാൻ ബംഗ്ലാദേശിൽ നിന്നാണ് എന്നും ഞാനിവിടെ ബംഗളൂരുവിലാണ്, എന്നെ പോലെ 3000-ലധികം ബംഗ്ലാദേശ് ജനത ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട് എന്നും മറ്റൊരാൾ മറുപടി പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് രേഖകൾ ഉണ്ടോ എന്ന ചോദ്യം വരുന്നു. അതിന് അതെ ഉണ്ട് എന്നാണ് മറുപടി നൽകിയതും. ഞങ്ങൾക്ക് ആധാർ കാർഡുണ്ട്, വോട്ടർ കാർഡുണ്ട്, ഓരോ തവണയും ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നുവെന്നും അയാൾ പറയുന്നു. സലീം ഞങ്ങൾക്ക് അഭയം നൽകിയെന്ന് യുവാവ് പറയുന്നു. ഓർഗനൈസർ ആഴ്ചപ്പതിപ്പിന്റെ എക്സ് അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോ ഇപ്പോൾ വൈറലായി മാറുകയാണ്. അതിനിടെ ബംഗളൂരു പോലീസിന്റെ വിവിധ ഓപ്പറേഷനുമായി നിരവധി ബംഗ്ലാദേശികളെയും റോഹിംഗ്യൻ മുസ്ലിങ്ങളെയും കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശി പൗരന്മാരെ കണ്ടെത്തിക്കൊണ്ട് തടങ്കൽ കേന്ദ്രങ്ങളിലേക്ക് അയക്കുകയോ നാടുകടത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുകയോ ചെയ്യുമെന്നും ആഭ്യന്തരമന്ത്രിയായ ഡോക്ടർ ജി പരമേശ്വര വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.